ഹായ്, ഐ എം ഡോക്ടർ സജിൻ ഫ്രം ഡോപ്പ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുമ്പം എനിക്ക് ശരിക്കും ഒരു ഫുൾ സർക്കിൾ മൊമെൻറ്റ് പോലെയാണ് തോന്നുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഡോപ്പയിലെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു കോമഡി ലൈവ് കണ്ടിട്ടാണ് ഇങ്ങനൊരു ചാനലുണ്ടെന്നും ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഈ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയപ്പം അതിനകത്ത് ആഷിഖ് സാറിൻ്റെ ഡോപ്പയിലെ അക്കാഡമിക് സിസ്റ്റം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പം അതിൽ എന്തോ ഒരു ഡിഫറൻസ് തോന്നി, കൊള്ളാലോ എന്ന് തോന്നി, ഒരു ജെനുവിനിറ്റി ഒക്കെ ഫീൽ ചെയ്തു. അതിനുശേഷമാണ് ഡോപ്പയിലെ ഡയറക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നതും ഞാനും ഡോപ്പയിൽ വന്ന് ജോയിൻ ചെയ്തു. ഈ വർഷം നീറ്റ് 2027 വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കുട്ടികൾക്കും പേരൻസിനൊക്കെ വേണ്ടി ഡോപ്പയെ പരിചയപ്പെടുത്താനുള്ളൊരു അവസരം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ച് ദൈർഘ്യമേറിയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ മെയിൻ പോയിന്റ്സും സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോപ്പയെക്കുറിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നതെങ്കിൽ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി അതല്ല, നിങ്ങൾ ഈ ഒരു ചാനൽ കുറച്ച് കാലമായിട്ട് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ മാത്രമായിട്ട് എടുത്ത് കണ്ടാലും മതി. എന്താണ് ഡോപ്പ, ഇവിടുത്തെ അക്കാഡമിക് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഡോപ്പയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാച്ചുകൾ ഏതൊക്കെയാണ്, നിങ്ങൾ ഈ ഒരു വർഷം ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു വർഷം എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നു. ഡോപ്പ ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടർ ലെഡ് നീറ്റ് കോച്ചിങ് പ്ലാറ്റ്ഫോം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ നീറ്റ് കോച്ചിങ് പ്രോസസ്സിൽ കൂടെയൊക്കെ കടന്നു പോയി സക്സീഡ് ചെയ്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടുത്തെ അക്കാഡമിക് സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും അതുപോലെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ പഠന പുരോഗതിയും കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നതും അത് മോണിറ്റർ ചെയ്യുന്നതൊക്കെ ഡോക്ടേഴ്സ് അടങ്ങിയ ഒരു ടീമാണ്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നൊരു ചോദ്യമുണ്ട്, കഷ്ടപ്പെട്ട് MBBS ഒക്കെ എടുത്തിട്ട് അവസാനം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ അവസരമൊന്നും കിട്ടാത്തതുകൊണ്ടാണോ ഇങ്ങനൊരു കോച്ചിങ് സെൻ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നാം. അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്ത് അവസാനം നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരെ ആ ഒരു പ്രോസസ്സ് ഉണ്ട്. ആദ്യത്തെ മാസമൊക്കെ അവർ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആ പഠന രീതിയൊക്കെ വിട്ട് ഒരു നീറ്റ് കോച്ചിങ്ങിന് ആവശ്യമുള്ള രീതിയിലോട്ട് പഠിച്ചു തുടങ്ങുന്നു. ആ സമയത്ത് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. അധികം കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെയാണ് പല കുട്ടികളും തുടങ്ങാറുള്ളത്. ആ ഒരു ലെവലിൽ നിന്നും അവർ പഠിച്ച് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ഇടയ്ക്ക് കുറേ അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടാവും. മാർക്കൊക്കെ കുറയുമ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നു, അതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന മൊമെന്റ്സ് ഉണ്ടാവും. ആ സമയത്തും നമ്മൾ ഒരുമിച്ച് ആ പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്ത് പതുക്കെ അവരുടെ ക്യാരക്ടറിന്റെ തന്നെ ഫുള്ളി ഡെവലപ്പായി അവർ കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ ആളായി മാറുന്നു. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം എക്സാം എഴുതി എക്സാമിന് റിസൾട്ട് വരുമ്പം നല്ലൊരു റിസൾട്ട് കിട്ടി എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റിൽ ഈ കുട്ടികളുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ട്, ഇവരുടെ പേരൻസിൻ്റെ അടുത്തുനിന്ന് കാണുന്നൊരു സന്തോഷമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ഡോപ്പയിൽ ഇങ്ങനെയുള്ള മൊമെന്റ്സിൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്പം ഇതുപോലുള്ള മൊമെന്റ്സിനെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ നീറ്റ് കോച്ചിങ് എന്നുള്ളതും നീറ്റ് എക്സാം എന്നുള്ളതും കുറച്ചധികം ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഈ നീറ്റ് എക്സാം എന്താണെന്നോ അത് കഴിഞ്ഞുള്ള MBBS ലൈഫ് എന്താണെന്നോ ഒക്കെ ഒരു ഐഡിയയും ഇല്ലാതെ അറിയാതെ പോയി കോച്ചിങ്ങിന് വേണ്ടി സമയവും കാശൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ പേരൊക്കെ വീണ്ടും വർഷങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്ന ഒരു ട്രാപ്പിലൊക്കെ പെട്ടു പോകുന്ന പോലെ നമ്മൾ തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സമയത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയുന്ന ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള അങ്ങനെ ഒരു വോയിസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അതിനുശേഷം ഇങ്ങനെ ഡോക്ടറാകാൻ ജെന്യുവിൻ ഒരു ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ള ഒരു കുട്ടി ഇവിടെ വന്ന് ജോയിൻ ചെയ്താൽ അവർ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറാകണം അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഏറ്റവും മോഡേൺ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസും മെൻ്റൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് തന്നെ അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു കോച്ചിങ് സെൻ്ററാണ് ഡോപ്പ. 2027 നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് ഡോപ്പയുടെ ഭാഗമാകാൻ നിങ്ങളെ സംബന്ധിച്ച് 3 ഓപ്ഷൻസ് ഉണ്ട്, 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാച്ചസ് ഉണ്ട്. ഒന്നാമത്തേത് നമ്മുടെ റെസിഡൻഷ്യൽ സിസ്റ്റമാണ്. റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ ഹൈബ്രിഡ് മോഡ് ഓഫ് ക്ലാസ്സുകളാണ്. അതുപോലെ നിങ്ങളുടെ ക്ലാസ് റൂമും ഹോസ്റ്റലും മെസ്സും എല്ലാം ഒരേ കോമ്പൗണ്ടിൽ പലപ്പോഴും ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ്. സോ ദർ ഇസ് നോ നീഡ് ഫോർ എനി ട്രാവൽ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ റെസിഡൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ചുകളാണ്. രണ്ടാമതുള്ളത് ഓഫ്ലൈൻ ബാച്ചാണ്. ഓഫ്ലൈൻ ബാച്ച് നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള നമ്മുടെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ലേണിങ്ങിൻ്റെ ആ ഒരു സെയിം സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് വന്ന് ക്ലാസ് എടുക്കും. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് വന്ന് പോകുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടി സെപ്പറേറ്റ് ഹോസ്റ്റൽസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്ന് രാവിലെ ക്ലാസ്സിന് വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിൽ ഒരു ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് ആണ് ഓഫ്ലൈൻ ബാച്ചിൽ ഫോളോ ചെയ്യുന്നത്. മൂന്നാമത്തേത് ഓൺലൈൻ ബാച്ചസ്. ഈ 3 ബാച്ചിലെ കുട്ടികൾക്കും അവർക്ക് കിട്ടുന്ന ഒരു അക്കാഡമിക് സിസ്റ്റം അതിൻ്റെ ഒരു കോർ എന്നുള്ളത് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഈ 3 ബാച്ചിലും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഈ ഒരു അക്കാഡമിക് സിസ്റ്റം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം.
അതിനുശേഷം ഈ 3 ബാച്ചുകളെയും സെപ്പറേറ്റ് ആയിട്ടും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡോപ്പയിലെ ഒരു വർഷത്തെ അക്കാഡമിക് ഷെഡ്യൂളിനെ നമുക്ക് 2 ഫേസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒരു സിലബസ് ഫേസും ഉണ്ട്, ഒരു റിവിഷൻ ഫേസും ഉണ്ട്. സിലബസ് ഫേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ക്ലാസ്സുകളാണ്. അതുപോലെ ഓരോ മാസവും നടക്കുന്ന എക്സാംസ് ആണ്. സബ്ജക്റ്റിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. ഈ ഫാക്കൽറ്റീസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിവ്യൂ സിസ്റ്റം ഉണ്ട്. അതായത് ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിനെയും ആ ഒരു ടീച്ചറിനെയും റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ആ റിവ്യൂസിന്റെ ബേസിസിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പിന്നീടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചറിന്റെ ക്ലാസ് ഹോൾ ബാച്ചിന് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു റിവ്യൂവിനനുസരിച്ച് ആ സെയിം ചാപ്റ്റർ നമ്മൾ മറ്റൊരു ഫാക്കൽറ്റിനെ കൊണ്ട് വീണ്ടും എടുത്തു തരും. സോ നിങ്ങളെ സംബന്ധിച്ച് ഓരോ ചാപ്റ്ററിനും ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മുടെയൊക്കെ ബ്രെയിനിനെ സംബന്ധിച്ച് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് അതെങ്ങനെ ചെയ്യുന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്ട്രെസ്സ് കുറവാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇതറിയാവുന്നതുകൊണ്ട് ഡോപ്പയിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഒരു മന്ത്ലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ, ഡെയിലി പ്ലാൻ, ലെസൺ പ്ലാൻ, ഇങ്ങനെ പല ഇൻഫർമേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഓരോ മാസവും പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് മന്ത്ലി പ്ലാനിൽ വരാൻ പോകുന്നത്. അത് ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ നോട്ടീസ് ബോർഡിലും അതുപോലെ പേരൻസ് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം വീക്ക്ലി പ്ലാൻ ആണ്. ഓരോ ആഴ്ചയും തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വീക്ക്ലി പ്ലാൻ എന്നുള്ളൊരു കാര്യം കിട്ടും. അതിൻ്റെ അകത്ത് ആ ഒരാഴ്ച ഏതൊക്കെ ക്ലാസ്സുകളാണ്, ആ ക്ലാസ്സുകൾ ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നത്, ഏതൊക്കെ ദിവസമാണ് എക്സാം വരുന്നത് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങൾ വീക്ക്ലി പ്ലാനിൻ്റെ അകത്തുണ്ടാവും. പിന്നെയുള്ളത് ഡെയിലി പ്ലാൻ ആണ്. നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലാസ്സിൻ്റെ ഷെഡ്യൂളും ഉണ്ടാവും. അതുപോലെ ക്ലാസ് ടൈമിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമും, അതുപോലെ എക്സാമിൻ്റെ കൃത്യമായിട്ടുള്ള ഏത് മണിക്കൂറിലാണ് എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഡെയിലി പ്ലാനിലുണ്ടാവും. അതും നിങ്ങൾക്ക് തലേ ദിവസം തന്നെ അടുത്ത ദിവസത്തെ ഡെയിലി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഡെയിലി പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയുമ്പം നമ്മൾ പ്ലാൻ തരുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ പക്ക അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ദിവസത്തെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അതിൻ്റെ അകത്ത് നിങ്ങളുടേതായ രീതിയിലുള്ള ചെറിയ ചേഞ്ചുകളും അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ കാര്യം ലെസൺ പ്ലാൻ ആണ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്നൊക്കെയുള്ള സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ ചാപ്റ്ററിലെ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ ഏതൊക്കെ കാര്യമാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അതും ഈ പറഞ്ഞ പോലെ ഓരോ മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആ മാസത്തെ ടോപ്പിക്സിൻ്റെ ലെസൺ പ്ലാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്ത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസിനെ കുറിച്ച് നോക്കാം. ഓരോ ചാപ്റ്ററിനെയും ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പോസ്റ്റ് ചാപ്റ്റർ എക്സാം, ഒരു PCT ടെസ്റ്റ് ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് നിങ്ങളെ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ ബേസിസിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരു ചാപ്റ്റർ അതിൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ഏതൊക്കെ ഭാഗങ്ങൾ ഇനിയും ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്, ഇമ്പ്രൂവ് ആകാനുണ്ട് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എഴുതുന്ന ഒരു എക്സാമാണ് PCT. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത് വീക്ക്ലി എക്സാംസിന് വേണ്ടിയാണ്. ഒരാഴ്ച 2 വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. മൺഡേ ആൻഡ് ഫ്രൈഡേ ആയിട്ടാണ് നമ്മൾ യൂഷ്വലി നടത്താറുള്ളത്. പ്രീവിയസ് വീക്കിൽ കംപ്ലീറ്റ് ആയ ചാപ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഒരു പ്രീവിയസ് 2-3 ഡേയ്സിൽ കംപ്ലീറ്റ് ആയ ചാപ്റ്റേഴ്സിന് ബേസിസിലുള്ള വീക്ക്ലി എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഈ വീക്ക്ലി എക്സാമിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റും അതുപോലെ ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ ഒരു മന്ത്ലി ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സാംസ് ആണ്. പിന്നെ ഓരോ മാസവും നിങ്ങൾ 2 720 എക്സാംസ് എഴുതും. നീറ്റ് മോഡൽ എക്സാംസ് 2 എണ്ണം ഓരോ മാസവും എഴുതും. ഒരു മാസത്തെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന ആദ്യത്തെ 720 എക്സാമാണ് ഗ്രാൻഡ് എക്സാം. ആ ഒരു പ്രീവിയസ് മന്തിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഒരു എത്രത്തോളം മനസ്സിലായെന്നും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സാമാണ് ഗ്രാൻഡ് എക്സാം. ഈ 720 എക്സാംസ് എല്ലാം മാക്സിമം ആ നീറ്റ് എക്സാം ഹാളിൻ്റെ അതേ എൻവയൺമെൻറ്റ് കീപ്പ് ചെയ്ത് തന്നെ 2 o'clock to 5 o'clock എന്നുള്ള ആ ഒരു ടൈം സ്ലോട്ടിൽ തന്നെയാണ് നടത്താറുള്ളത്. ഇങ്ങനെ ഒരു ഗ്രാൻഡ് എക്സാം ഉണ്ട്. ഈ ഗ്രാൻഡ് എക്സാമിന് ഒരു 2 weeks ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു റിവിഷൻ എക്സാമും ഉണ്ടാവും. 720 എക്സാം. റിവിഷൻ എക്സാമിൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അതുവരെ പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സുമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒക്ടോബറിലെ റിവിഷൻ എക്സാം എഴുതുമ്പോൾ ആ എക്സാമിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ്, ജൂലൈ, ജൂൺ ഈ 3 മാസത്തെയും ചാപ്റ്റേഴ്സും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും. സോ എല്ലാ മാസവും റെഗുലർ ഇൻ്റർവെല്ലിലും നിങ്ങൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ റിവിഷൻ എക്സാം ഉള്ളത് കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്പേസ്ഡ് റെപ്പറ്റേഷൻ അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ എല്ലാ ചാപ്റ്റേഴ്സിലെയും ഫുള്ളായിട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓരോ ചാപ്റ്ററിലെയും ഒരു ടോപ്പിക്ക് വെച്ചെങ്കിലും എല്ലാ മാസവും റിവൈസ് ചെയ്ത് പോകുന്നത് അവസാനത്തെ റിവിഷൻ മെയിൻ റിവിഷൻ ഫേസ് എത്തുമ്പോഴേക്കും അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു മാസം ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളൊരു PCT എക്സാം എഴുതും. എല്ലാ ആഴ്ചയും 2 വീക്ക്ലി എക്സാം ഉണ്ടാവും. അതുപോലെ ഒരു 720 ഗ്രാൻഡ് എക്സാം ഉണ്ടാവും.
തൊട്ട് മുമ്പത്തെ മാസത്തെ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത്. അതേപോലെ 720 മാർക്സിൻ്റെ ഒരു റിവിഷൻ എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടാവും. ഇതിന് പുറമെ ഡോപ്പ ആപ്പിൻ്റെ അകത്ത് ഡെയിലി ക്വിസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഫെർദർ പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാം. ഡോപ്പയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം മോർണിംഗ് മീറ്റിംഗ്സ് ആണ്. എല്ലാ ദിവസവും രാവിലെ 8:45 തൊട്ട് 9 മണി വരെ ഒരു 15 മിനിറ്റിൻ്റെ ഡെയിലി ഓറിയൻറ്റേഷൻ ലൈവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് ഹെഡ് ചെയ്യുന്നത് നമ്മുടെ ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ ആഷിഖാണ്. ആഷിഖ് സാർ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ഡേയ്സും ഈ ഒരു ലൈവ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് പല പല ഫേസുകളിൽ കൂടെ കടന്നു പോകും. ഓരോ സമയത്തും കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയും അവർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചാലഞ്ചുകളൊക്കെ മുൻകൂട്ടി കണ്ട് അതിന് ആവശ്യമുള്ള സൊല്യൂഷൻസ് ഒക്കെ ഈ ഒരു മോർണിംഗ് മീറ്റിംഗ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എന്താണ് ഈ മോർണിംഗ് മീറ്റിംഗ് എന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഇപ്പോൾ എല്ലാ സൺഡേസിലും മോർണിംഗ് മീറ്റിംഗ്സ് നമ്മൾ യൂട്യൂബ് ലൈവായിട്ട് സ്ട്രീം ചെയ്യാറുണ്ട്. നിങ്ങൾ നെക്സ്റ്റ് സൺഡേ ആ ഒരു ലൈവ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ പ്രീവിയസ് കഴിഞ്ഞ ലൈവുകൾ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ഒരു 15 മിനിറ്റ് സെഷനും കൊണ്ട് എന്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തൊരു യൂസാണ് ഒരു കുട്ടിക്കും അതുപോലെ തന്നെ പേരൻസിനും കിട്ടും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളിവിടെ വന്നാൽ ലഭിക്കാൻ പോകുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ചാണ്. ഈ സപ്പോർട്ട് സിസ്റ്റത്തിലെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നിങ്ങളുടെ ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചർ ആയിരിക്കും. നിങ്ങളുടെ കൺസേൺസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസും തരുന്നത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരിക്കും. നമ്മളിവിടെ എല്ലാ ആഴ്ചയും അക്കാഡമിക് ഹെഡ്സ് എല്ലാവരും കൂടെ ഒരു അക്കാഡമിക് മീറ്റിംഗ് ഇരിക്കാറുണ്ട്. അതിൽ പല ഡിസിഷൻസ് എടുക്കാറുണ്ട്. ഈ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്ലാസ് ടീച്ചേഴ്സ് വഴിയായിരിക്കും. എങ്ങനെ പഠിക്കണം എന്നുള്ള സംശയങ്ങളും അതുപോലെ സബ്ജക്ട് റിലേറ്റഡ് മാറ്റേഴ്സും സ്ട്രെസ് റിലേറ്റഡ് നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസും എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത്. ത്രൂ ഔട്ട് ദ ഡേ അവർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, എസ്പെഷ്യലി റെസിഡൻഷ്യൽ ബാച്ച് സ്റ്റുഡൻസിന്. കാരണം ക്ലാസ് ടീച്ചേഴ്സും നിങ്ങളുടെ സെയിം ക്യാമ്പസിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ഇഷ്യൂ വന്നാലും അത് അപ്പം തന്നെ ക്വിക്കായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒപ്പം ഉണ്ടാവും. പിന്നെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന മറ്റൊരാൾ നിങ്ങളുടെ മെഡിക്കോ മെൻറ്ററാണ്. ഓരോ ബാച്ചിനും ഒരു മെഡിക്കോ മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു മെഡിക്കോ മെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി മെഡിക്കൽ കോളേജസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അടുത്തൊരു വർഷക്കാലം ഓരോ സമയത്തും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസൊക്കെ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ മെൻറ്ററും മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതിന് എഫക്റ്റീവായിട്ട് അതിനെ സോൾവ് ചെയ്ത് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ഇപ്പോൾ അവരൊരു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പല പേഴ്സണൽ ഇഷ്യൂസും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സബ്ജക്ട് റിലേറ്റഡ് ഡൗട്ടുകളും അവർക്ക് ഒരു പരിധി വരെയൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ഡോപ്പ ആപ്പിലും നിങ്ങൾക്ക് മെൻറ്ററിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവരുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. സോ മെഡിക്കോ മെൻറ്റർ ഇസ് ഓൾസോ ഗോയിങ് ടു ബി എ കീ ഫിഗർ ഇൻ യുവർ നീറ്റ് പ്രിപ്പറേഷൻ. ഇതിനൊക്കെ പുറമെ ഡോപ്പയിലെ ഡയറക്ടേഴ്സും അതുപോലെ മറ്റ് അക്കാഡമിക് ഹെഡ്സും നിങ്ങളുടെ ക്യാമ്പസുകളിൽ മന്ത്ലി ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് സംസാരിക്കാം. ഡോപ്പയുടെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ കാഴ്ചയിൽ വളരെ മിനിമലായിട്ട് തോന്നും. പക്ഷെ മിനിമൽ എന്ന് പറയുമ്പം അതിലെന്തോ കുറവുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം പഠിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ഫോമിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഠനത്തിൻ്റെ എഫിഷ്യൻസിനെ നെഗറ്റീവായിട്ടേ ബാധിക്കത്തുള്ളൂ. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ബുക്കാണിത്. കാരണം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കാണുന്ന സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ അത്രയധികം കളർഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പേജുകളോ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈസി ആക്കി തരുന്ന അധികം ഫീച്ചേഴ്സ് ഒന്നും ഈ ഒരു ബുക്കിൽ നിങ്ങൾ കാണത്തില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒക്കെ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഇംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ആ സാധനം മേടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി മേ ബി ചാപ്റ്റേഴ്സിനെ കുറച്ചധികം എളുപ്പമാക്കി തോന്നിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തരത്തിൽ പറഞ്ഞ ഒരു ഫോൾസ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഫീച്ചേഴ്സ് കുറേ അധികം ഈ ബുക്കുകളിലൊക്കെ കാണും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ വന്നതിന് ശേഷം കോഡ് ബ്ലൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം തരാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫോൾസ് കോൺഫിഡൻസ് തരാൻ വേണ്ടിയല്ല. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഡിസൈൻ ചെയ്തേക്കുന്നത് നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇമ്പ്രൂവ് ആകത്തുള്ളൂ. നിങ്ങൾ കോഡ് ബ്ലൂ എടുത്ത് ഒരു ചാപ്റ്റർ തുറന്ന് അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലായി എന്നുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രിപ്പയർഡ് ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ആക്ച്വൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കണം. സോ ആ രീതിയിൽ വളരെ മിനിമലായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടുള്ള കോഡ് ബ്ലൂ. അടുത്ത് നിങ്ങൾ പരിചയപ്പെടാനുള്ളത് ഡോപ്പയുടെ ലേണിംഗ് ആപ്പാണ്. സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഫീച്ചേഴ്സ് മാത്രം അടങ്ങുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാ ചാപ്റ്ററിൻ്റെയും പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാ ബാച്ചുകാർക്കും ആപ്പ് വഴി അവൈലബിൾ ആയിരിക്കും. ഇതിന് പുറമെ ഓൺലൈൻ ബാച്ചുകാർക്ക് അവരുടെ ലൈവ് ക്ലാസ്സുകളും നമ്മുടെ ഈ ആപ്പ് ത്രൂ ആയിരിക്കും നടക്കുന്നത്. ഡോപ്പ ആപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ എല്ലാ ബാച്ചുകാർക്കും ആപ്പ് വഴി അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഓൺലൈൻ ബാച്ചിന് അവരുടെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന ഈ ആപ്പ് ത്രൂ ആണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്കും അതുപോലെ പ്രാക്ടീസ് എക്സാംസ് എഴുതാനും നിങ്ങളുടെ മെൻറ്റേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ മറ്റു കുട്ടികളുമായിട്ട് നമ്മുടെ ഡോപ്പയിലെ മറ്റു കുട്ടികൾക്കൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ടാബും ഒക്കെ ഈ ആപ്പിൻ്റെ അകത്തുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. പേരൻസ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ പഠന പുരോഗതി റെഗുലറായിട്ട് തന്നെ നിങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓരോ എക്സാം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് വഴി പേരൻസ് ഗ്രൂപ്പ് വഴി ഓരോ എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ അറിയിക്കുന്നുണ്ടാവും. അതുപോലെ ഓരോ മാസം കഴിയുമ്പോഴും അവരുടെ ആ കഴിഞ്ഞൊരു മാസത്തെ കംപ്ലീറ്റ് പെർഫോമൻസിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് പോലത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഫോൺ വഴി ഷെയർ ചെയ്യുന്നുണ്ടാവും. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ഡെയിലിയുള്ള മോർണിംഗ് മീറ്റിംഗ് അതുപോലെ മന്ത്ലി ഉള്ള പേരൻസിനുള്ള ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ വഴി കുട്ടീനെ ഏത് രീതിയിലും നീറ്റ് പ്രിപ്പറേഷൻ്റെ ഓരോ ഫേസിലും ഏത് രീതിയിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കണം, അവരേതൊക്കെ ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ പേരൻസിനും ലഭിക്കുന്നതാണ്. നമ്മുടെ കോഴ്സിൽ സിലബസ് ഫേസിന് ശേഷം പിന്നെ വരുന്നതാണ് ഒരു റിവിഷൻ ഫേസ്. ആ റിവിഷൻ ഫേസിൽ തന്നെ ഒരു 3 മാസത്തെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ എക്സാം സീരീസ്, ഡോപ്പ ടെസ്റ്റ് സീരീസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ആ ഒരു ഫേസിൽ കൂടെ കുട്ടികൾ കടന്നു പോകും. ഇപ്പം കറൻ്റ്ലി നമ്മുടെ കുട്ടികളെല്ലാം ഈ DTS എന്നുള്ള പ്രോഗ്രാമിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോപ്പയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളോട് അവരെ ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ കൂടുതൽ പേരും ഈ റിവിഷൻ ഫേസിൻ്റെ കാര്യമായിരിക്കും പറയാൻ പോകുന്നത്. കാരണം വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു റിവിഷൻ പാറ്റേൺ ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 6-7 മാസം കൊണ്ട് പഠിച്ച ചാപ്റ്റേഴ്സിനെ എല്ലാം കൂടെ പല മൊഡ്യൂളുകളായിട്ട് തിരിച്ച് മൊഡ്യൂൾ ബേസിസിലുള്ള എക്സാംസും മൊഡ്യൂൾ ബേസിസിലുള്ള റിവിഷൻ ക്ലാസ്സുകളും അവർക്കൊരു 1.5 മാസം കൊണ്ട് കിട്ടും. ഈ റിവിഷൻ ക്ലാസ്സിന് സമയത്ത് അവർക്ക് കൺസെപ്റ്റ്സ് ഒക്കെ ഒരു സ്റ്റെപ്പും കൂടെ ക്ലിയർ ആകും. അതുപോലെ അവർക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിച്ചു തീർക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം കൂടിയാണ്. ഈ മൊഡ്യൂൾ എക്സാംസിൻ്റെ ഇടയിൽ കൂടെയും ഫുൾ ടോപ്പിക് നീറ്റ് മോഡൽ എക്സാംസും എല്ലാ ആഴ്ചയും നടന്നു പോകും. ഈ 1.5 മാസത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസിൻ്റെ സീരീസ് ആണ് പോകുന്നത്. എല്ലാ വർഷവും നമ്മൾ കാണുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആകുന്നത് ഈ ഒരു 3 മാസത്തെ കാലയളവിലാണ്. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെ ഒരു ആവറേജ് മാർക്കിലൊക്കെ നിന്ന ആൾക്ക് പോലും ഈ 3 മാസത്തിന് ശേഷം വളരെ നല്ലൊരു റിസൾട്ടിലോട്ട് വളരെ വലിയൊരു ചേഞ്ച് വരുത്താൻ സാധിക്കാറുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു അക്കാഡമിക് സിസ്റ്റത്തിന്റെ കോർ എന്ന് പറയുന്നത്. ഇത് 3 ബാച്ചുകൾക്കും ആപ്ലിക്കബിൾ ആണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ കോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ബാച്ചിൻ്റെ കാര്യം നോക്കിയാലും ഞാനിപ്പോൾ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ലഭിക്കാനാണ് സാധ്യത. കാരണം ഡോപ്പയിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നീറ്റ് പോലെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കഴിവിനെ മാക്സിമം അൺലോക്ക് ചെയ്തെടുക്കാനുള്ള വഴികൾ, അതിനാവശ്യമുള്ള ഒരു റീസർച്ച് ഒക്കെ നിരന്തരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡോപ്പയിലെ 3 ബാച്ചുകളെ കുറിച്ച് സംസാരിക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു നമുക്ക് 3 മോഡ് ഓഫ് ലേണിംഗ് ഉണ്ട്. അപ്പം ഈ 3ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഡോപ്പയിലെ റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ അവരുടെ ആ ഒരു നീറ്റ് പ്രിപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഒരൊറ്റ ക്യാമ്പസ്, ഒരൊറ്റ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയായിരിക്കും. അതായത് അവരുടെ ക്ലാസ് റൂമും അവരുടെ ഹോസ്റ്റലും അവർ ഫുഡ് കഴിക്കുന്ന ഏരിയയും എല്ലാം ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് നടക്കുന്നത്. ആൻഡ് മോർ ഓവർ അവിടെ ഹൈബ്രിഡ് മോഡ് ഓഫ് ലേണിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഹൈബ്രിഡ് എന്നുള്ള ഒരു വാക്കും ഈ നീറ്റ് കോച്ചിങ്ങിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ് എടുത്താലും ഓഫ്ലൈൻ കോച്ചിങ് എടുത്താലും ഒക്കെ ഇതിന് രണ്ടിനും ഓരോ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ യാത്ര ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഉറക്കം, ഭക്ഷണം തുടങ്ങിയതൊക്കെ വീടിൻ്റെതായ ഒരു കംഫർട്ടിൽ തന്നെയാണ് പോകുന്നത്. ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം ടൈം വേണമെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് പഠിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഒരു വർഷം മുഴുവൻ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളത് വളരെ റെയറായിട്ട് വളരെ കുറച്ച് പേര് മാത്രം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളെ ഫുൾ ടൈം മോണിറ്റർ ചെയ്യാൻ, ഇവർ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ മുഴുവൻ സമയവും പേരൻസിന് സാധിക്കണമെന്നില്ല. ഇതൊക്കെയാണ് ഓൺലൈൻ കോച്ചിങ്ങിന് വരുന്ന പ്രശ്നങ്ങൾ. ഇനി ഓഫ്ലൈൻ കോച്ചിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ക്ലാസ്സിൽ വന്ന് തിരിച്ചു പോകുന്നത് ആലോചിക്കുമ്പോൾ പല കുട്ടികൾക്കും ഒരുപാട് സമയം യാത്രയുടെ പേര് നഷ്ടപ്പെടും. ഈ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് സമയം പോകും. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ മിസ്സാകാം. ഇപ്പം മഴ കാരണം അല്ലെങ്കിൽ ഹർത്താൽ കാരണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സുകൾ റാൻഡം ആയിട്ടൊക്കെ മിസ്സാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ ഓഫ്ലൈൻ മോഡിൽ ടീച്ചേഴ്സ് ലൈവായിട്ട് വന്നാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ്സിലൊക്കെ ശ്രദ്ധ പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അതുപോലെ ഡൗട്ടുകളൊക്കെ അപ്പം ചോദിച്ച് ക്ലിയർ ആക്കാനും കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ 2 മോഡിനും ഓരോ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ഇതിലെ ഈ നെഗറ്റീവ്സ് അങ്ങ് കട്ട് ചെയ്തിട്ട് രണ്ടിൻ്റെയും പോസിറ്റീവ്സ് കമ്പൈൻ ചെയ്യുന്നതാണ് ഈ ഒരു ഹൈബ്രിഡ് മോഡൽ, എസ്പെഷ്യലി നമ്മുടെ റെസിഡൻഷ്യൽ സിസ്റ്റം. ഇവിടെ ഓരോ ചാപ്റ്ററും ആദ്യം കുട്ടികൾ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്, ഓരോ ചാപ്റ്ററിൻ്റെ റെക്കോർഡഡ് ക്ലാസ് 1-2 ദിവസം എടുത്ത് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് കണ്ട് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു 3-ാമത്തെ ദിവസമായിരിക്കും
ഫാക്കൽറ്റി, നമ്മുടെ ടീച്ചർ ലൈവായിട്ട് ക്ലാസ്സിൽ വന്ന് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതും അതുപോലെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ചാപ്റ്ററും കുറച്ചും കൂടെ സമയമെടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാൻസ് റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ ശരിക്കും അവർ 2 തവണ അവർ പഠിക്കുന്നുണ്ട്. ഈ ഓൺലൈനായിട്ട് റെക്കോർഡ് ക്ലാസ് കണ്ടു പഠിക്കുന്നുണ്ട്, ലൈവായിട്ടും കണ്ടു പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഹൈബ്രിഡ് മോഡ് ഓഫ് ലേണിംഗ് ആണ് കൂടുതൽ കുട്ടികൾക്കും എഫക്റ്റീവായിട്ട് നമ്മൾ കാണാറുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ അക്കാഡമിക്സിലെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു റെസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെയാണ്. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ക്യാമ്പസുകളാണ്. ഈ ഓരോ ക്യാമ്പസുകളിലും ഈ പറഞ്ഞ പോലെ ഹോസ്റ്റൽ ബിൽഡിങ്ങിൽ തന്നെയായിരിക്കും അവരുടെ ക്ലാസ് റൂം ഉണ്ടാകുന്നത്. ആ ക്ലാസ് റൂം തന്നെയാണ് അവർ സ്റ്റഡി ഹാൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റഡി ചെയറും ഒരു സ്റ്റഡി ക്യൂബിക്കിളായിട്ട് തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. കുട്ടികളുടെ നീറ്റ് പ്രിപ്പറേഷൻ്റെ മെജോറിറ്റി ടൈമും ഈ ഒരു സ്റ്റഡി ഹാളിൻ്റെ അകത്തായിരിക്കും നടക്കാൻ പോകുന്നത്. ഓരോ റെസിഡൻഷ്യൽ ക്യാമ്പസിലും ക്ലാസ് ടീച്ചേഴ്സും അതുപോലെ വാർഡനും മുഴുവൻ സമയവും കുട്ടികളുടെ സപ്പോർട്ടിന് വേണ്ടി അവിടെ ഉണ്ടാകും. ക്യാമ്പസിലെ ഡിസിപ്ലിൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു കുട്ടി 12-14 മണിക്കൂറോളം ഈ സ്റ്റഡി ഹാളിലാണ് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യുന്നത്. ആ സ്റ്റഡി ഹാളിൻ്റെ അകത്ത് എല്ലാ സമയവും മുഴുവൻ സമയവും ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ മറ്റേതെങ്കിലും ഒരു കുട്ടിയെ കാരണമുള്ള ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയത്തിൽ അവർക്കൊരു ചോയ്സ് ഉണ്ട്. അവർക്ക് ഒന്നെങ്കിൽ മോർണിംഗ് ബാച്ച് ആകാം അല്ലെങ്കിൽ നൈറ്റ് ബാച്ച് ആകാം. ഇങ്ങനെ 2 ബാച്ചായിട്ട് തന്നെ ഓരോ ക്യാമ്പസിലും പോകുന്നുണ്ടാവും. കുറേ പേർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. എന്നാൽ കുറച്ച് പേർക്ക് ലേറ്റ് നൈറ്റ് ആ ഒരു സമയത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അവർക്ക് അവരുടെ ഒരു ബോഡി സൈക്കിളിന് അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി ക്ലോക്കിന് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പം അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, അതിൽ ഒരു ശരിയും തെറ്റുന്നൊന്നുമില്ല. രണ്ടിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 മോർണിംഗ് ബാച്ച് എന്നും നൈറ്റ് ബാച്ച് എന്നും പറഞ്ഞ് 2 ഡിഫറെൻറ്റ് ബാച്ചുകൾ ഉണ്ടാവും. ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ മോർണിംഗ് ബാച്ച് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ഒരു ദിവസം എങ്ങനെ പോകുന്നത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. രാവിലെ കൃത്യം 6:30 ആകുമ്പോഴേക്കും മോർണിംഗ് ബാച്ചുകാരെല്ലാം സ്റ്റഡി ഹാളിൽ കയറിയിട്ടുണ്ടാണ്. 6:30 തൊട്ട് 8 മണി വരെ അവരുടെ ഒരു ഫസ്റ്റ് സ്റ്റഡി സെഷനാണ്. ആ സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരിക്കും, അല്ലെങ്കിൽ അന്ന് നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ടൈം സ്ലോട്ട് ആയിരിക്കും. ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂളിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് അതുപോലെ ഫോളോ ചെയ്താൽ മതി. 8 മണിക്ക് ശേഷം ഫുഡിനുള്ള ബ്രേക്കാണ്. അത് കഴിഞ്ഞ് 8:45 മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. 9 മണി തൊട്ട് നിങ്ങൾക്ക് ക്ലാസ് ആയിരിക്കും. അത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുള്ള ലൈവ് സെഷൻ ആയിരിക്കാം. ആൻഡ് ദാറ്റ് വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഡേ. അത് നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വീക്ക്ലി ഷെഡ്യൂൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. 9 മണി തൊട്ട് 1 മണി വരെ ഈ ക്ലാസിന്റെ സമയം തന്നെയാണ്. ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ 15 മിനിറ്റ്സിന് ബ്രേക്ക് ഉണ്ടാവും. 1 o'clock ആകുമ്പോൾ വീണ്ടും ഫുഡിന്റെ ബ്രേക്ക് ആവും. അതിനുശേഷം വീണ്ടും ക്ലാസ് കാണാനുള്ള ഒരു ടൈം സ്ലോട്ട് ഉണ്ട്, ചെറിയൊരു ബ്രേക്ക് കാണും. അതിനുശേഷം നിങ്ങൾ ഈ കണ്ട ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു ടൈം സ്ലോട്ടും ഉണ്ടാവും 5 മണി വരെ. 5 മണി തൊട്ട് 7 മണി വരെ നിങ്ങൾക്ക് ബ്രേക്കാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അലക്കും കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ക്യാമ്പസിലും ചെറിയ രീതിയിലൊക്കെ ഗെയിംസിനുള്ള, ഇപ്പം ബാഡ്മിൻ്റൺ ഒക്കെ പോലെ ചെറിയ ഗെയിംസ് കളിക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, ഒരു ഫൈനൽ സ്റ്റഡി സെഷന് മുമ്പായിട്ട് മൈൻഡൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്രേക്കാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് ക്ലാസ്സിൽ കയറി 10:30 വരെ മോർണിംഗ് ബാച്ചുകാർ നിർബന്ധമായിട്ടും ക്ലാസ്സിനകത്ത് ഉണ്ടാകണം. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. 7 hours ഒക്കെ ഉറക്കം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ബട്ട് 10:30 വരെ മിനിമം എന്തായാലും ഒരു മോർണിംഗ് ബാച്ചിലെ സ്റ്റുഡൻറ്റ് ക്ലാസ്സിലുണ്ടാകണം. ഇനി നൈറ്റ് ബാച്ചിൻ്റെ കാര്യം വരുമ്പോഴും വ്യത്യാസം വരുന്നത്, രാവിലെ ക്ലാസ്സിൽ കയറുന്നത് 8:45 മോർണിംഗ് മീറ്റിന് മുമ്പ് കയറിയാൽ മതി. അതുപോലെ രാത്രി കുറേയും കൂടെ ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ് ഉള്ള ദിവസം മാക്സിമം 6 hours ഓഫ് ക്ലാസ് ആണ് വരുന്നത്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് പോകുന്നത്. 6 hours കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മൊത്തം നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. സോ റെസിഡൻഷ്യൽ ബാച്ചിൽ ക്ലാസ് ഒക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് അറിയാനുള്ളത് ഹോസ്റ്റൽ സൗകര്യങ്ങളെ കുറിച്ചായിരിക്കും. ഹോസ്റ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ലക്ഷറിയസ് ആയിട്ടൊരു ഹോസ്റ്റലൊന്നും ഡോപ്പയുടെ ഒരു ക്യാമ്പസിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾക്ക് നീറ്റിന് ഫസ്റ്റ് റാങ്ക് മേടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളിലും ഉണ്ടാവും. റെസിഡൻഷ്യൽ ബാച്ചസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ റെസിഡൻഷ്യൽ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ്. കാരണം കൂടുതൽ കുട്ടികൾക്കും ഈ ഒരു സിസ്റ്റമാണ് എഫക്റ്റീവായിട്ട് നമ്മൾ കാണാറുള്ളത്. എല്ലാവർക്കും റെസിഡൻഷ്യൽ ബാച്ചിൽ അഡ്മിഷൻ കിട്ടത്തില്ല. അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത്. സോ ഡോപ്പയിലെ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റത്തിൽ പഠിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ച് അഡ്മിഷന് വേണ്ടിയുള്ള പ്രൊസീജിയറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്കറിയാം ഓൺലൈൻ ബാച്ചിനെയൊക്കെ വെച്ച് നോക്കുമ്പം റെസിഡൻഷ്യലിൽ ഫീസൊക്കെ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, 1 വർഷമാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു എക്സാമിന് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഏറ്റവും ബെറ്റർ ആകുന്നത് ഏത് ഓപ്ഷനിലായിരിക്കും എന്നുള്ളത് ആലോചിച്ച് മാത്രം ഈ ഒരു ഡിസിഷൻ എടുക്കുക. ഇനി നമുക്ക് ഓഫ്ലൈൻ സിസ്റ്റത്തിൻ്റെ കാര്യം നോക്കാം. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള സിസ്റ്റമാണ്. നമ്മൾ സ്കൂളിൽ പോയി വരുന്ന രീതിയിൽ തന്നെ.
രാവിലെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ്സിൽ വരുന്നു, ലൈവായിട്ട് ടീച്ചേഴ്സ് ലൈവായിട്ട് വന്ന് ഡയറക്റ്റ് വന്ന് ക്ലാസ് എടുക്കുന്നു, വൈകുന്നേരം തിരിച്ചു പോകുന്നു. ബേസിക്കലി അതാണ് ഓഫ്ലൈൻ ക്ലാസ്. രാവിലെ 8 മണിക്കാണ് നമ്മൾ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 to 8:45 കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ വന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. 8:45 തൊട്ട് 9 വരെ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. 9 മണി തൊട്ട് 4 മണി വരെ ക്ലാസ് ആണ്. ഇതിൻ്റെ ഇടയിൽ ബ്രേക്കുകളുണ്ട്. 9 തൊട്ട് 4 വരെ ലൈവായിട്ട് ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവും. ആൻഡ് 4 തൊട്ട് 5 വരെ ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ എക്സാംസ് നടക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസിനുള്ള സമയം ഉണ്ടാകും. ഓരോ ആഴ്ചയിലും 5 or 6 ദിവസം ക്ലാസ്സുകൾ വരാം. ആൻഡ് ദാറ്റ് ഡിപ്പെൻസ്. ചില സമയത്ത് ചില മാസങ്ങളിൽ നമുക്ക് അല്ലാത്ത അവധികൾ കൂടുതലുണ്ടാവും. ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള അവധികൾ വരാം, കാലാവസ്ഥ കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹർത്താലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനനുസരിച്ചുള്ള ഷെഡ്യൂളുകളായിരിക്കും. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ് ഉണ്ടാകുന്നത്. ഇടയ്ക്ക് സാറ്റർഡേയ്സും വരും. വളരെ അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ സൺഡേയും ക്ലാസ് വരാം. മുമ്പ് പറഞ്ഞ അക്കാഡമിക്സിന്റെ കോർ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഓഫ്ലൈൻ സിസ്റ്റത്തിലും ഉണ്ടാവും. നിങ്ങൾക്കൊരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും, ഒരു മെഡിക്കോ മെൻറ്റർ ഉണ്ടാകും, എക്സാംസ് എല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നു പോകും. ഡോപ്പ് ആപ്പിൻ്റെ ആക്സസ് ഉണ്ടാവും. ഇപ്പം എക്സ്ട്രാ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഏതെങ്കിലും സംശയം നോക്കണമെങ്കിൽ അതിൽ നോക്കാം. അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയ്ക്കൽ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ക്യാമ്പസുകൾ ഉള്ളത്. ഈ ക്യാമ്പസുകളുടെ എല്ലാം അടുത്തായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കാം. സോ എനിക്ക് തോന്നുന്നു ക്യാമ്പസിനോട് വീട് അടുത്തുള്ളവർക്കും അതുപോലെ നമ്മുടെ ഒരു റെസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കത് സ്യൂട്ട് ആകില്ല എന്ന് തോന്നുന്നവർക്ക് ഓഫ്ലൈൻ ബാച്ച് പ്രിഫർ ചെയ്യാം. മൂന്നാമത്തേത് ഓൺലൈൻ മോഡാണ്. ഓൺലൈൻ ബാച്ചിൻ്റെ ഫീസ് കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ് എന്ന് പറഞ്ഞ് അതിലെ ഫീച്ചേഴ്സ് അതിനനുസരിച്ച് നമ്മൾ കുറച്ചിട്ടൊന്നുമില്ല. റെസിഡൻഷ്യൽ ബാച്ചിൽ കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ, മാക്സിമം ഫീച്ചേഴ്സും ഓൺലൈൻ പഠിക്കുന്ന ഒരു കുട്ടിക്കും കൊടുക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരുന്നത് കുട്ടികളുടെ ഡിസിപ്ലിൻ, നിങ്ങളുടെ ഡിസിപ്ലിനാണ്. ഈ വർഷത്തെ ഡോപ്പയിലെ ഓൺലൈൻ ബാച്ച് നോക്കിയാലും അതിനകത്ത് നല്ലോണം സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷേ ആ കുട്ടികളുടെ പെർസെൻറ്റേജ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് നല്ലോണം സ്കോർ ചെയ്യുന്നവരുടെ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ അത് കുറവാണ് കമ്പയർഡ് ടു അതർ ബാച്ചസ്. സോ നിങ്ങൾ നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്ന് ഈ ഒരു ഫുൾ ഇയർ നല്ലോണം പഠിക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്കുണ്ട്. അതായത് ഒരു 10ാം ക്ലാസ്സിലും +1 +2 സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ കുത്തിയിരുന്ന് കുറേ പഠിച്ച ശീലമുള്ള ആൾക്കാരാണെങ്കിലും, അതുപോലെ വീട്ടിൽ അധികം ഡിസ്റ്റർബ്ഡ് ആകാതെ സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. പിന്നെ കുറച്ച് പേരെ സംബന്ധിച്ച് ഈ ഫീസിൻ്റെ കൺസ്ട്രെയിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ പ്രാക്ടിക്കൽ. അങ്ങനെയാണെങ്കിലും പറയാനുള്ളത് ഈ പറഞ്ഞ എല്ലാ നമ്മുടെ കോർ ഫീച്ചേഴ്സും, നിങ്ങൾക്ക് ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്കൊരു മെഡിക്കോ മെൻറ്റർ ഉണ്ട്, അവർ ഡയറക്റ്റ് നിങ്ങളെ ഫോൺ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പേരൻസിനാണെങ്കിലും റെഗുലറായിട്ട് എല്ലാ മാസവും മീറ്റിംഗ്സ് ഉണ്ട് ഓൺലൈനായിട്ട്. ഡോപ്പ ആപ്പിൻ്റെ കംപ്ലീറ്റ് ആക്സസ് ഉണ്ടാവും. സോ നീറ്റ് ക്രാക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്നുമാണ്. ഓൺലൈൻ കോച്ചിങ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് വരുന്ന മെയിൻ 2 ഡൗട്ടുകൾ, ഒന്ന് അവരുടെ ഒരു ഷെഡ്യൂളും, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഷെഡ്യൂളും, അതുപോലെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കിട്ടുമോ എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞ പോലെ ഡെയിലി ഷെഡ്യൂളും വീക്ക്ലി ഷെഡ്യൂളും ഒക്കെ ഓൺലൈൻ ബാച്ചുകാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവാം. അതുപോലെ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഫാക്കൽറ്റീസും ഒരു സൈഡിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. അതുപോലെ നിങ്ങളുടെ മെഡിക്കോ മെൻറ്റേഴ്സും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഡോപ്പയുടെ കംപ്ലീറ്റ് ഒരു അക്കാഡമിക് സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ബ്രീഫായിട്ടാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. കോറായിട്ടുള്ള അക്കാഡമിക് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ 3 ബാച്ചുകളും തമ്മിലുള്ള സിമിലാരിറ്റികളും അതുപോലെ തമ്മിലുള്ള വ്യത്യാസങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളോട് നിങ്ങൾക്ക് ചോദിച്ച് അവരുടെ ഒരു റിവ്യൂ എടുക്കാം. അതിനുശേഷം മാത്രം നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുത്താൽ മതി. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. 3 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്കാണെങ്കിലും ഓഫ്ലൈൻ ക്യാമ്പസിലേക്കാണെങ്കിലും സീറ്റുകളുടെ എണ്ണം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ സ്ക്രീനിങ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ് റൂമുകളിൽ വെച്ച് കാണാം.